നിങ്ങൾക്ക് രോഗവിഷയം ഉണ്ട് എന്ന് പറഞ്ഞാൽ ആദ്യം ചോദിക്കുന്ന ചോദ്യം എപ്പോഴാണ് എനിക്കത് അനുഭവിക്കാമെന്നോ അനുഭവം. ഈ അനുഭവിക്കാനുള്ള കാലഘട്ടങ്ങൾ നിശ്ചയിക്കാനുള്ള ഒരു മാനദണ്ഡമാണ് നമ്മളുടെ ഈ പറഞ്ഞിരിക്കുന്നതായ ദശാകാലം മാറുക, ദശാപഹാരം വരിക. അപ്പം ഈ ദശാപഹാരം എന്താണ്? ഇത് നമ്മുടെ ഒരു ജാതകത്തിൽ ഒരു വ്യക്തിയെ ഏതൊക്കെ രീതിയിലായിരിക്കും സ്വാധീനിക്കുന്നത്? ദശാപഹാരം എന്നുള്ളതിൽ 9 ഗ്രഹങ്ങളാണ്. 9 ഗ്രഹങ്ങളുടെ ഒരു ചെയിനാണ് ജ്യോതിഷം. അതിൽ നക്ഷത്രങ്ങളും ഉൾപ്പെടെയുള്ളതായ 9 ഗ്രഹങ്ങളും 27 നക്ഷത്രങ്ങളും. എല്ലാവർക്കും ഒരു വ്യക്തിയുടെ ലൈഫിലേക്ക് എല്ലാ ഗ്രഹങ്ങളും ഒരേപോലെ ആയിരിക്കില്ല അയാളെ സ്വാധീനിക്കുന്നത്. അപ്പോൾ ഒരു വ്യക്തിയെ സ്വാധീനിക്കുന്ന ഗ്രഹങ്ങൾ നല്ലതായിട്ടും ചീത്തയായിട്ടൊക്കെ സ്വാധീനിക്കും. ചില ആൾക്കാർക്ക് കണ്ടിട്ടില്ലേ, ശുക്രദശ എന്ന് പറയും, പക്ഷെ ഏറ്റവും പൊട്ടകാലമായിരിക്കും. അപ്പോൾ ശുക്രദശ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ശുക്രൻ ആ വ്യക്തിയെ എങ്ങനെ സ്വാധീനിക്കുന്നു. ഒരു വ്യക്തി ഇപ്പോൾ ഇഷ്ടപ്പെടുന്നൊരു വസ്തു, ഒരു പക്ഷികൾ, ഇപ്പോൾ നമ്മൾ ചില ആൾക്കാർ പക്ഷികളോട് ഒരുപാട് വളരെ അടുത്തുള്ള ആൾക്കാരുണ്ടാവും. എല്ലാവർക്കും അതേപോലെ തോന്നണമെന്നില്ല. എനിക്കിഷ്ടപ്പെടുന്നൊരു പക്ഷി ആവണമെന്നില്ല വേറൊരാൾക്ക്. എന്നപോലെ ജാതകത്തിൽ ദശാനാഥന്മാർ ഈ 9 ഗ്രഹങ്ങൾക്കുള്ള 9 ഗ്രഹങ്ങളെ സ്വാധീനിക്കുന്ന ദശാനാഥന്മാരുണ്ട്. 9 ഗ്രഹങ്ങൾ എന്ന് വെച്ചാൽ സൂര്യൻ മുതൽ കേതു വരെയുള്ളതായ 9 ഗ്രഹങ്ങളാണ്. അപ്പോൾ ഓരോരുത്തർ ജാതകത്തിലും സ്വാധീനിക്കുന്ന ഗ്രഹത്തിൻ്റെ ഒരു കാലയളവ് അങ്ങനെ പറയാം. ഇപ്പം മേടൻ രാശിക്കാരാണെങ്കിൽ അവരുടെ കാലഘട്ടങ്ങളിൽ ഓരോരോ ഗ്രഹങ്ങൾക്കുള്ള സ്ഥാനത്തെ അടിസ്ഥാനമാക്കി, ഉദാഹരണത്തിന് മേടൻ രാശിക്കാരായ ഒരാളെ സംബന്ധിച്ചോളം ബുധൻ്റെ ദശാകാലം, ബുധൻ എന്നുള്ള ഗ്രഹത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ആ മേടൻ രാശിയുടെ 6ാം ഭാവത്തിനെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ 3ാം ഭാവത്തിനെ സ്വാധീനിക്കുന്ന ഗ്രഹമാണ് ബുധൻ. അപ്പോൾ ആ ബുധൻ്റെ ദശാകാലം ആ വ്യക്തിയെ സംബന്ധിച്ചോളം നല്ലതാവണമെന്നില്ല. അതിൽ വേറെ ഡിവിഷൻസൊക്കെ വരും. എന്നാൽ പൊതുവെ ഉള്ള വാക്കിൽ അങ്ങനെ പറയാനാവും. അപ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ, ഒരു ജാതകന് അയാളുടെ ജീവിതത്തിൽ അയാൾ നന്നായിട്ടും മോശമായിട്ടും സ്വാധീനിക്കുന്ന ഗ്രഹങ്ങളുണ്ട്. അവർ നിയന്ത്രിക്കുന്നൊരു കാലഘടന, ആദ്യം പറഞ്ഞ പോലെ തന്നെ ഗ്രഹങ്ങളുടെ കാലഘടന, കാലവിധാന ശാസ്ത്രത്തിൽ കാലം ഘടന ചെയ്തിരിക്കുന്നതായ ഓരോ ഗ്രഹങ്ങൾക്കുള്ള ഓരോ വ്യക്തിയിലേക്കുള്ള സ്വാധീനം, അതിന് പറയുന്നൊരു വാക്കെന്ന് വേണം പറയാം. അതിന് പറയുന്നൊരു പേരാണ് ദശാപഹാരകാലം. ഈ ദശാപഹാരകാലങ്ങൾ ഓരോ വ്യക്തിയെയും പല വിധത്തിൽ സ്വാധീനിക്കുന്നു ഞാൻ പറഞ്ഞു. അപ്പോൾ ഓരോ ജാതകത്തിന് ഇതിനൊരു ഘടന വേണം. അപ്പോൾ ഈ ദശാകാലം തയ്യാറാക്കിയ ആചാര്യന്മാർ അതിനൊരു ഘടന വേണം. ആ ഘടനയിൽ ഓരോ ഗ്രഹങ്ങൾക്കുള്ളതായ ദശ വർഷങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. അത് നമ്മുടെ വേറെ കാൽക്കുലേഷനിലാണ് അത് വരുന്നത്. പൊതുവെ നമ്മൾക്ക് ഇപ്പോൾ 9 ഗ്രഹങ്ങളുണ്ടെങ്കിൽ സൂര്യൻ മുതലുള്ളതായ കേതു വരെയുള്ളതായ ഗ്രഹങ്ങൾക്ക് ഓരോ പ്രത്യേക ആളുകൾ വെച്ചിട്ട് ദശാകാലം കണക്കാക്കിയിട്ട് ആകെ 120 വയസ്സായിട്ട് നിജപ്പെടുത്തിയേക്കാണ്. ഒരു മനുഷ്യായുസ് എന്ന് വെച്ചാൽ 120 വയസ്സായിട്ട് ഒരു ടാർഗറ്റ് പ്ലാൻ ചെയ്തേക്കാണ്. 120 വയസ്സിൽ എക്സിഡ് ആവുന്ന ആൾക്കാരുണ്ടാവും. ഏതായാലും 120 വയസ്സ് വരെ ജീവിക്കുന്ന ആൾക്കാർ പൊതുവെ വളരെ തുച്ഛമായിരിക്കും. അപ്പോൾ എന്നിരുന്നാലും ആചാര്യൻ്റെ ക്രമത്തിൽ 120 വയസ്സ് വരെ ആയുർഭാവം നിശ്ചയിച്ചിട്ടുണ്ട്. കാരണം ഈ 9 ഗ്രഹങ്ങൾക്കും കൂടിയുള്ള ആകെ തുകയാണ് 120 വയസ്സ്. 9 ഗ്രഹങ്ങളിൽ സൂര്യൻ മുതലായ ഗ്രഹങ്ങൾക്ക് സൂര്യൻ 6 വർഷമാണെങ്കിൽ ചന്ദ്രൻ 7 വർഷമാണ്. പക്ഷേ ആ ഓരോ വർഷങ്ങളും സ്വാധീനിക്കുന്ന ഗ്രഹങ്ങൾ ഉള്ളപ്പോൾ തന്നെ ഓരോ നക്ഷത്രക്കാരെയാണ് അത് സ്വാധീനിക്കുക. ഉദാഹരണത്തിന് മേടൻ രാശിയിൽ ജനിച്ചിരിക്കുന്ന ഒരാൾ, മേടൻ രാശിയിൽ ഇപ്പോൾ അശ്വനാൾ വരും, ഭരണനാൾ വരും, കാർത്തികയുടെ കുറച്ച് കാൽഭാഗം വരും. ആ രാശിക്കാരെ സംബന്ധിച്ചോളം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 6ാം ഭാവമാതൻ ബുധൻ അത്ര നല്ല ദശാനാഥനാവണമെന്നില്ല. അപ്പോൾ ഒരു കുട്ടി അശ്വനാൾ ജനിക്കുകയാണെങ്കിൽ ആ കുട്ടി കേതുദശയിലാണ് ആരംഭിക്കുന്നത് തന്നെ ദശാകാലം. കേതുദശ കഴിഞ്ഞാൽ പിന്നെ കേതു, ശുക്രൻ കഴിഞ്ഞ് ഒരുപാട് കാലം കഴിയുമ്പോഴേ ഈ ബുധൻ്റെ ദശാകാലം വരുള്ളൂ. അപ്പോൾ ദശാകാലത്തിന് പറഞ്ഞിരിക്കുന്ന ഡ്യൂറേഷൻ, ബുധൻ്റെ ദശ 17 വർഷക്കാലമാണെങ്കിൽ ആ 17 വർഷക്കാലവും ആ ബുധൻ്റെ സ്വാധീനങ്ങൾ മാത്രമായിരിക്കില്ല അനുഭവിക്കുക. ആ ദശയിൽ ഈ പറഞ്ഞിരിക്കുന്ന 9 ഗ്രഹങ്ങൾക്ക് വീണ്ടും ഒരു ഡിവിഷൻ കൊടുക്കും. അതിനെയാണ് നമ്മൾ അപഹാരകാലം എന്ന് പറയും. അപഹാരകാലത്തിന് വീണ്ടും നമ്മളൊന്നും കൂടി സബ് ഡിവിഷൻ ആക്കും. അവിടെ നമ്മളതിനെ
ഛിദ്രകാലം എന്ന് പറയും. ഒരാളുടെ ജാതകത്തിൽ നമ്മൾ നോക്കുമ്പോൾ അയാൾ ഏത് ദശാകാലത്തിനാണ് ഇപ്പോൾ ലൈവായിട്ട് ജീവിക്കണമെന്നാണ് നോക്കുക ഫസ്റ്റ്. അടുത്തത് ഏത് അപഹാരനാഥൻ്റെ കാലത്തിലാണ്, പിന്നീട് ഏത് ഛിദ്രകാലത്താണ് നോക്കും. ഇത് നോക്കിയിട്ടാണ് ആ തൽക്കാലത്തേക്ക് അയാളുടെ ഫലത്തെ നമ്മൾ നിശ്ചയിക്കണം. അപ്പോൾ ദശാകാലങ്ങളിൽ ഇപ്പോൾ സൂര്യദശ നമ്മൾ പണ്ടൊക്കെ കേട്ടിട്ടുണ്ട്, ആദ്യത്തിനിൽ അലയാത്തവരില്ല എന്നൊക്കെ കേൾക്കുക. അതൊരു കോമൺ ആയിട്ട് പറയുന്നൊരു വിഷയമാണ്. ഒരുപാട് അലച്ചിലൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു ദശാകാലമാണെന്ന് വേണം പറയാം. പക്ഷെ എല്ലാവർക്കും അതാവണമെന്നില്ല. അതെല്ലാം സ്വാധീനിക്കുന്നത് അയാളുടെ ചന്ദ്രൻ നിൽക്കുന്ന രാശിയെ അടിസ്ഥാനമാക്കി. ചന്ദ്രൻ നിൽക്കുന്ന രാശി എന്നർത്ഥമാക്കുന്നത് എന്താണ്, സൂചിപ്പിക്കുന്നത് എന്താണ്, നക്ഷത്രങ്ങളുടെയാണ്. ഒരു മേടൻ രാശിയിൽ ഒരാൾ ജാതകത്തിൽ മേടൻ രാശിയിൽ ചന്ദ്രൻ നിൽപ്പുണ്ടെങ്കിൽ അയാളുടെ നക്ഷത്രം അശ്വതിയോ അല്ലെങ്കിൽ ഭരണിയോ കാർത്തികയോ ആവാം. അത് സ്ഫുടം ചെയ്ത് നിൽക്കുമ്പോഴേ അശ്വതി നാളിൽ ഏതാണെന്നും അശ്വതി നാളിൽ തന്നെ ഏത് നക്ഷത്രപാത്രമെന്നൊക്കെ നമുക്കറിയാനാകും. ഏറ്റവും ചെറിയ കളവെന്നുള്ളത് കേതുദശയാണ്. 7 വർഷക്കാലം. അശ്വതി ആരംഭത്തിലുള്ള നക്ഷത്രമാണ് അശ്വതി. അശ്വതി നക്ഷത്രത്തിൽ ഒരാൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് 7 വർഷക്കാലമാണ് അതിൻ്റെ ഡ്യൂറേഷൻ വരിക. അത് 7 വർഷം അശ്വതി നാളിൽ ജനിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും 7 വർഷം കംപ്ലീറ്റ് കിട്ടില്ല. കാരണം ജനിക്കുന്ന സമയം ആകെയുള്ള അതൊരു കാൽക്കുലേഷനാണ്. ചന്ദ്രൻ്റെ സ്ഫുടത്തിനെ അനുസരിച്ചിട്ടാണ് പറയുക. അപ്പോൾ 9 ഗ്രഹങ്ങൾക്കുള്ളതായ ദശാകാലങ്ങളും ആ ദശാകാലങ്ങൾ ഓരോരോ നക്ഷത്രക്കാരെ സ്വാധീനിക്കലുമാണ് ഇതിൻ്റെ ബേസ്. അശ്വതി നക്ഷത്രമുള്ള ഒരാളെ സംബന്ധിച്ചോളം അയാൾ ജനിക്കുന്ന ദശാകാലം കേതു എന്നുള്ള ദശാകാലമാണ്. കേതുവിന് ആചാര്യം നിശ്ചയിച്ചിരിക്കുന്ന കാലയളവ് 7 വർഷക്കാലമാണ്. അപ്പോൾ ഒരു കുട്ടി അശ്വതി നാളിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇതിനൊരു പ്രത്യേകത ഉള്ളത് 27 നക്ഷത്രങ്ങളാണ് ഉള്ളത്. 27 നക്ഷത്രങ്ങളും 9 ഗ്രഹങ്ങളുമാണ്. അപ്പോൾ അതിന് നമ്മൾ 3 ഗ്രൂപ്പായിട്ടാണ് തിരിക്കുക. അപ്പോൾ മേടൻ രാശിയുടെ ആരംഭത്തിലുള്ളതായ നക്ഷത്രവും ചിങ്ങം രാശിയുടെ ആരംഭത്തിലുള്ള നക്ഷത്രവും ധനുരാശിയുടെ ആരംഭ നക്ഷത്രവും, ഇത് അശ്വതി നാളും മകർനാളും മൂലനാളും എന്ന് പറയും. ഒന്നിനൊന്ന് 10ാമത്തെ നാളായിരിക്കും. അശ്വതിയുടെ 10ാം നാളായിരിക്കും മകം, മകത്തിൻ്റെ 10ാം നാളായിരിക്കും മൂലം. അശ്വതി നാളിലായാലും മകർനാളിലായാലും മൂലനാളിലായാലും ഒരു കുട്ടി ജനിച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടി ജനിക്കുന്നത് കേതുർദശയിലായിരിക്കും. ഇപ്പോൾ കേതുർദശ പല തരത്തിലാണ് ആ വ്യക്തിയെ സ്വാധീനിക്കുന്നത്. ജാതകത്തിൽ ആ കുട്ടി ജനിക്കുന്ന സമയത്ത് 7 വർഷക്കാലം എന്നുള്ള കാലഘട്ടങ്ങളിൽ ഒരു ഏകദേശം ആരംഭത്തിലൊക്കെ ആണെങ്കിൽ 6 വർഷമോ 6.5 വർഷമോ കാണാൻ പറ്റും. അത് തീർന്ന് അവസാന സമയത്താണെങ്കിൽ അശ്വതി നാളിലെ അവസാന സമയം തീരാൻ പോകുന്നതാണെങ്കിൽ വളരെ കുറച്ച് മാത്രമേ ബാലൻസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ കേത് ദശാകാലം വളരെ കുറവായിരിക്കും. ഇവിടെ പാപഗ്രഹങ്ങൾക്ക് ദശാകാലം എന്നുള്ള വിഷയം വരും. പാപഗ്രഹങ്ങൾ അതിനേക്കാൾ സ്വാധീനിക്കുന്നത് ആ ഭാവാധിപൻ അല്ലെങ്കിൽ ആ ജാതകത്തിൽ ആ കേതു ഏത് ഭാവത്തിൽ നിൽക്കണം എന്നുള്ളതാണ്. ഓരോ ഗ്രഹങ്ങൾക്കും ഓരോ ഭാവങ്ങൾ വിശേഷമായിട്ടൊക്കെ ഉണ്ടല്ലോ. അതിൽ രാഹുവിനും കേതുവിനും മാത്രം പ്രത്യേകിച്ച് ക്ഷേത്രങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അവരിലൊക്കെ നിൽക്കുന്ന രാശിക്ക് പ്രാധാന്യം. ഇപ്പോൾ സൂര്യൻ്റെ ദശാകാലം എന്ന് മേടൻ രാശിക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ സൂര്യൻ്റെ ദശാകാലം 6ാം ഭാവാധിപൻ്റെ ദശാകാലം എന്ന് പറയും. ചന്ദ്രൻ്റെ ദശാകാലം 5ാം ഭാവാധിപൻ്റെ ദശാകാലം. ബുധൻ്റെ ദശാകാലം 3ാം ഭാവത്തിൻ്റെയും 6ാം ഭാവത്തിൻ്റെ എന്ന് പറയും. അപ്പോൾ മേടൻ രാശി അടിസ്ഥാനമാക്കി നോക്കുമ്പോൾ ആ രാശിയുടെ ഏതേത് ഭാവത്തെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഗ്രഹത്തിൻ്റെ ദശാകാലമാണോ ഉള്ളത് അതായിരിക്കും അതിൻ്റെ ഫലം ഉണ്ടാകും. അതിൽ ഇപ്പോൾ കേതു ദശ ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ കേതുവിന് കുറച്ച് നാളെ ഉള്ളെങ്കിൽ കുറച്ച് നാളും, അതായത് ജനിക്കുന്ന അശ്വതി നാളിൻ്റെയോ മകന്നാളിൻ്റെയോ മൂലനാളിൻ്റെയോ ആ ഡ്യൂറേഷൻ അനുസരിച്ചിട്ട് അവസാന ഭാഗത്താണെങ്കിൽ കുറച്ചുണ്ടാവുള്ളൂ. അപ്പോൾ കേതു ദശ കഴിഞ്ഞാൽ പിന്നെ അടുത്ത ശുക്രദശാകാലങ്ങൾ വരും. ഇപ്പോൾ വേറൊരു കൺസെപ്റ്റ് ഉള്ളത് 3ാമത്തെ ദശാകാലം, അതായത് ഇപ്പോൾ അശ്വതി നാളാണെങ്കിൽ കേതുദശ കഴിഞ്ഞ് ശുക്രദശ കഴിഞ്ഞ് സൂര്യൻ്റെ ദശാകാലം, പിന്നെ 5ാം ദശാകാലം, 7ാം ദശാകാലം. ഇതെല്ലാം പൊതുവെ അവർക്ക് ദുരിതങ്ങൾ കൊടുക്കുന്ന ദശാനാഥന്മാരായിരിക്കും. അതിൽ ദശാനാഥനും അപഹാരനാഥനും തമ്മിലുള്ള ബന്ധത്തിലാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. ദശാനാഥൻ്റെ ഇഷ്ടഭാവത്തിലാണോ അപഹാരം നിൽക്കുന്നത്, അല്ലെങ്കിൽ ആ ദശാനാഥൻ ജാതകത്തിൽ ഇയാൾക്ക് അനുകൂലമായ ഭാവത്തിലാണോ
നിൽക്കുന്നത്. അങ്ങനെ തരം തിരിച്ചിട്ടാണ് ആ ജാതകന് ആ ദശാകാലം, ആ ദശയുടെ അപഹാരകാലം, ആ ദശയുടെ ഛിദ്രകാലങ്ങളൊക്കെ അനുകൂലമാണോ പ്രതികൂലമാണോ എന്ന് നിശ്ചയിക്കും. അങ്ങനെ നോക്കുമ്പോഴാണ് 6ാം ഭാവാധിപൻ്റെ ദശാകാലമാണെങ്കിൽ രോഗങ്ങൾക്ക് വിഷയമുണ്ടെന്നും, രോഗവിഷയമാണെങ്കിൽ ആ ഭാവാധിപൻ ആ രാശിയിൽ ഏത് രാശി നിൽക്കണമെന്നും, അങ്ങനെ നിൽക്കുന്ന ശരീരഭാവത്തിന് രോഗമുണ്ടെന്നും നമ്മൾ നേരത്തെ പറഞ്ഞ അതായിട്ട് കണക്ട് ആവുന്ന അവിടെ. അപ്പോൾ ഒരാൾക്ക് രോഗം ഉണ്ടെന്ന് പറഞ്ഞാൽ മാത്രം പോരാ, ഒരു വ്യക്തിയോട്, ഒരു ജ്യോതിഷം നോക്കാൻ വരുന്ന വ്യക്തിയോട് നിങ്ങൾക്ക് രോഗവിഷയം ഉണ്ട് എന്ന് പറഞ്ഞാൽ ആദ്യം ചോദിക്കുന്ന ചോദ്യം എപ്പോഴാണ് എനിക്കത് അനുഭവിക്കുക എന്ന് പറയും. അനുഭവം. ഈ അനുഭവിക്കാനുള്ള കാലഘട്ടങ്ങൾ നിശ്ചയിക്കാനുള്ള ഒരു മാനദണ്ഡമാണ് നമ്മളുടെ ഈ പറഞ്ഞിരിക്കുന്നതായ ദശാഭാരം. രോഗവിഷയമാണെങ്കിലും സന്താന വിഷയമാണെങ്കിലും ഏതായാലും ഏത് കാര്യത്തിനെ പറ്റിയിട്ടാണ് ചിന്തിക്കുന്നത്, അത് അനുഭവയോഗത്തിലേക്ക് വരുന്ന കാലം അല്ലെങ്കിൽ അതിന് ഉദ്ദേശിക്കുന്നതായ കാലം എപ്പോഴാണെന്ന് ജ്യോത്സ്യർക്കും ആ വ്യക്തിക്കും മനസ്സിലാവുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അത് ജ്യോത്സ്യരാണത് മനസ്സിലാക്കേണ്ടത്. ഇന്ന സമയത്തായിരിക്കും ഇയാൾക്ക് രോഗങ്ങൾ വരാനും ഇൻസിഡൻ്റൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത എന്നൊക്കെ പറയാം. താങ്ക് യു സർ. നിങ്ങളുടെ ജ്യോതിഷപരമോ വാസ്തുപരമോ ആത്മീയപരമോ ആയിട്ടുള്ള പ്രശ്നപരിഹാരങ്ങൾ ഇവിടെ വരുന്ന പണ്ഡിതന്മാരുമായി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ABC മലയാളം ജ്യോതിഷം നിങ്ങളെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതായിരിക്കും. സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം 75 പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.